ഗബ്രിക്കും ജിൻഡോയ്ക്കും വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. കാലത്ത് തന്നെ ഗംഭീര വഴക്കായിരുന്നു അവിടെ ഗബ്രിയും ജിൻഡോയും ജാസ്മിനും അടങ്ങുന്ന വലിയൊരു വഴക്ക്. ജാസ്മിനും ജിൻഡോയുമാണ് വഴക്ക് തുടങ്ങി വെച്ചത് എന്നുണ്ടെങ്കിലും അവിടെ ജാസ്മിൻ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇടയിൽ പിന്നെ ഗോളടിക്കുന്നത് മുഴുവൻ ഗബ്രി ആയിരിക്കുമല്ലോ. പിന്നെ ഗബ്രി അത് ഏറ്റുപിടിക്കുകയും എന്നെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമാവുകയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് സ്വന്തം വീട്ടുകാരെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തുകയും ചെയ്തു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വിളിച്ചിട്ടുണ്ട്. രണ്ടുപേരും വീട്ടിലിരിക്കുന്നവരെ നല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് വലിയ വലിയ വഴക്കിലേക്ക് നീങ്ങണ്ട എന്ന് കരുതിക്കൊണ്ട് ഇവരെ രണ്ടുപേരെയും കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു ഫാമിലി ഷോയാണ്, പുറത്ത് ഒരുപാട് ആളുകൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, ഇത് കണ്ടാണ് നിങ്ങളെ പ്രേക്ഷകർ വിലയിരുത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് വാക്ക് തർക്കവുമാകാം, പക്ഷേ വീട്ടിലിരിക്കുന്നവരെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് വ്യക്തമായി ബിഗ് ബോസ് രണ്ടു പേർക്കും വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ പരസ്പരം എന്തും പറയാം, പക്ഷേ കുടുംബത്തിരിക്കുന്നവരെ വിളിച്ചുകൊണ്ടുള്ള കളി ഇവിടെ വേണ്ട എന്ന് ബിഗ് ബോസ് തീർത്തും പറഞ്ഞു രണ്ടുപേരുടെ അടുത്തും. അപ്പോഴേക്കും ഗബ്രി അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേർക്കും പോകാം എന്നൊരു മറുപടി മാത്രമാണ് ബിഗ് ബോസ് അവിടെ കൊടുത്തത്. എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്, അതിൽ ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലിയെ വിളിച്ചു. അത് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. ആദ്യം ആര് തുടങ്ങി എന്നതിലല്ല, രണ്ടുപേരും വിളിച്ചു എന്നുള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ പ്രത്യേകം രണ്ടുപേരെയും വിളിച്ച് വാണിംഗ് കൊടുത്തത്. എന്തായാലും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്, അതുകൊണ്ട് അവിടെ ന്യായീകരണത്തിൻ്റെ ആവശ്യകത വരുന്നില്ല. ജിൻഡോയ്ക്കാണെങ്കിലും അവിടെ ഗബ്രിക്കാണെങ്കിലും രണ്ടുപേരും വീട്ടുകാരെ വിളിച്ചു എന്നുള്ളതുകൊണ്ട്. ബാക്കിയുള്ള വിഷയത്തിൽ പലപ്പോഴും നമുക്ക് ന്യായീകരണത്തിൻ്റെ ആവശ്യം വരാം. പക്ഷേ ഈ വീട്ടുകാരെ കുടുംബത്തെ തൊട്ട് കളിച്ചതിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസിനെ അങ്ങനെ വിളിച്ച് ഒരു വാണിംഗ് കൊടുക്കേണ്ടി വന്നത്.